2026 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം ആഗോള ക്രിക്കറ്റ് സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ടീമിന്റെ ഉപനായകനും ഭാവി വാഗ്ദാനവുമായ ശുഭ്മാൻ ഗില്ലിനെ സ്ക്വാഡിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയ തീരുമാനം ആരാധകരെ മാത്രമല്ല ക്രിക്കറ്റ് ഇതിഹാസങ്ങളെയും അമ്പരപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ ഇന്ത്യൻ സെലക്ടർമാരുടെ ഈ ധീരമായ തീരുമാനത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ നായകനും ഇതിഹാസ താരവുമായ റിക്കി പോണ്ടിങ്. ഗില്ലിനെ പോലൊരു ക്ലാസ് പ്ലെയറെ ഒഴിവാക്കിയത് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ പോണ്ടിങ് അതേസമയം അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബെഞ്ച് കരുത്തിനെയാണ് കാണിക്കുന്നതെന്നും നിരീക്ഷിച്ചു. ICC റിവ്യൂവിൽ സംസാരിക്കവെയാണ് പോണ്ടിങ് തന്റെ അത്ഭുതം രേഖപ്പെടുത്തിയത്. പോണ്ടിങ്ങിന്റെ ഞെട്ടൽ: UK-യിലെ ആ ഇന്നിംഗ്സ് ഞാൻ മറന്നിട്ടില്ല. ശുഭ്മാൻ ഗിൽ എന്ന താരത്തിന്റെ പ്രതിഭയിൽ റിക്കി പോണ്ടിങ്ങിനൊട്ടും സംശയമില്ല. T20-യിൽ ഫോം മങ്ങിയെങ്കിലും ഗിൽ സാങ്കേതികമായി തികഞ്ഞൊരു ബാറ്ററാണെന്ന് പോണ്ടിങ് ഓർമ്മിപ്പിക്കുന്നു. ഗില്ലിന്റെ പുറത്താക്കലിനെ കുറിച്ച് പോണ്ടിങ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്കത് വിശ്വസിക്കാനായില്ല. അദ്ദേഹത്തിന്റെ സമീപകാല ഫോം, പ്രത്യേകിച്ച് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അത്ര മികച്ചതായിരുന്നില്ല എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ അദ്ദേഹത്തെ അവസാനമായി കളിക്കുന്നത് കണ്ടത് UK-യിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലാണ്. അവിടെ അദ്ദേഹം കളിച്ചത്ര മികച്ച രീതിയിൽ ഞാൻ ആരെയും ബാറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗിൽ കാഴ്ചവെച്ച പ്രകടനം പോണ്ടിങ്ങിന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ആ ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ T20 ലോകകപ്പ് ടീമിലും ഗിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒഴിവാക്കൽ അദ്ദേഹത്തിന് ഞെട്ടലുണ്ടാക്കിയത്. ഗില്ലിനെ പുറത്താക്കൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് തിരിച്ചടിയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് സിഗ്നലാണെന്ന് പോണ്ടിങ് വിലയിരുത്തുന്നു. ഗില്ലിനെ പോലൊരു വമ്പൻ താരത്തെ പുറത്തിരുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ റിസർവ് ബെഞ്ച് എത്ര ശക്തമായിരിക്കും എന്നതാണ് പോണ്ടിങ്ങിന്റെ ചോദ്യം. 1. ഞാൻ അത്ഭുതപ്പെടുന്നു. 2. അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആഴം കാണിക്കുന്നു. ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള ഒരാൾക്ക് ലോകകപ്പ് ടീമിൽ ഇടം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് എത്ര നല്ല കളിക്കാർ ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്, പോണ്ടിങ് കൂട്ടിച്ചേർത്തു. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ് തുടങ്ങിയ അവസരം കാത്തു നിൽക്കുന്ന പ്രതിഭകളുടെ നീണ്ട നിര ഇന്ത്യക്കുണ്ട്. ഫോം മാത്രമാണ് മാനദണ്ഡമെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്ന സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്നത്. ഗില്ലിന് വിനയായത് ദക്ഷിണാഫ്രിക്കൻ പരമ്പര. തുടർച്ചയായി അവസരം കിട്ടിയിട്ടും T20 ഫോർമാറ്റിൽ നിരാശപ്പെടുത്തിക്കൊണ്ടേയിരുന്നതാണ് ഗില്ലിന് തിരിച്ചടിയായത്. ക്ലാസ് ഈസ് പെർമനന്റ് എന്ന വാദം എത്ര കാലം നിലനിൽക്കുമെന്ന ചോദ്യം സെലക്ടർമാർക്ക് മുന്നിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ പ്രകടനം ഗില്ലിന്റെ വിധി നിർണയിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ ഗില്ലിന്റെ ബാറ്റിംഗ് ദയനീയമായിരുന്നു. ആദ്യ മത്സരം 4 റൺസ്, രണ്ടാം മത്സരം ഗോൾഡൻ ഡക്ക്, മൂന്നാം മത്സരം 28 പന്തിൽ 28 റൺസ്. ആദ്യ 3 മത്സരങ്ങളിലും ഓപ്പണറായി ഇറങ്ങിയ ഗിൽ ആകെ നേടിയത് വെറും 32 റൺസ് മാത്രമാണ്.